ഈ ഒരു മനുഷ്യന്മാർക്ക് ഇങ്ങനെയൊക്കെ ക്രൂരന്മാരാവാൻ വേണ്ടിട്ട് പറ്റും. ഒന്നോ രണ്ടോ ആളുകൾക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷെ ഒരു ജനത മൊത്തത്തിൽ ഇതേ രീതിയിൽ ക്രൂരത കാണിക്കുക എന്നാണ് എന്തായിരിക്കും അതിന്റെ റീസൺ ആണ്? സുപ്രു, അതെ, 15 ലക്ഷം ആളുകളെ കൊല്ലണം വരും ഏകദേശം. 15 ലക്ഷം പേരെ കൊന്നെന്ന് പറഞ്ഞാൽ എത്ര കാലം ഇത് നീണ്ടു നിന്നിട്ടുണ്ട്? എത്ര പേരെ കൊന്നിട്ടുണ്ട്? എത്ര പേരെ ബലാത്സംഗം ചെയ്ത്? എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാ അത് സാധിക്കുന്നത്? ഒരു ജനത തന്നെ ഇതിന് തയ്യാറാവുക എന്നൊക്കെ പറഞ്ഞാൽ അവർ എന്താണ് അതിന്റെ റീസൺ എന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. അതെ, ഇസ്ലാമിനെ കുറിച്ച് സുപ്രുവിന് അത്രയ്ക്ക് അവഗാഹമില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിനകത്ത് ബനു ഖുറൈള എന്നും പറഞ്ഞ് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു കൂട്ടക്കൊലയുണ്ട്. അതിനകത്ത് പ്രവാചകൻ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയൊക്കെ കൊന്നൊടുക്കിയതൊക്കെ ഒന്ന് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാകും. അതായത് രോമവളർച്ചയുണ്ടോ ഇല്ലയോ എന്ന് നോക്കി രോമവളർച്ചയുള്ളവരെയൊക്കെ വെറുതെ വിട്ട് രോമവളർച്ച ഇല്ലാത്തവരെയൊക്കെ കൊന്നൊടുക്കി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രങ്ങളിൽ. അപ്പോൾ എതിരാളി ആരാണ്? ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം, ഇങ്ങനെ പറ്റുമോ എന്നതിന്റെ തെളിവായിട്ട്. മാനവരിൽ മനോഹരനായിട്ടുള്ള കാരുണ്യത്തിന്റെ രൂപമായിട്ടുള്ള പ്രവാചകൻ. ഈ പ്രവാചകന്റെ അടുത്തേക്ക് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഉക്കൽ ഉറൈന ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പ്രവാചകന്റെ അടുത്തേക്ക് വരുന്നു. പ്രവാചകരെ, ഞങ്ങൾക്ക് പകർച്ചവ്യാധി പിടിപെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒട്ടകത്തിന്റെ മൂത്രം കുടിക്കുക, പാലും കുടിക്കുക, നിങ്ങളുടെ പകർച്ചവ്യാധി മാറുമെന്ന് പറയുന്നു. അങ്ങനെ അവരത് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവര് ഒട്ടകത്തിന്റെ ഇടയനെ കൊന്നിട്ട് ഈ ഒട്ടകത്തെ അടിച്ചുകൊണ്ട് പോയി. നേരം വെളുത്തു. പ്രവാചകന്റെ അനുയായികൾ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അവന്മാരുടെ പകർച്ചവ്യാധിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അവര് നമ്മളെ ഒട്ടകത്തിന്റെ ഇടയനെയൊക്കെ കൊന്നിട്ട് ഒട്ടകത്തെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഉടനെ തന്നെ അവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നു. കൊണ്ടുവന്ന ഉടനെ തന്നെ പ്രവാചകന്റെ ആദ്യത്തെ കൽപ്പനയാ, ഇവരുടെ 2 കാലുകളും ഛേദിക്കൂ. 2 കാലും ഛേദിച്ചു. പ്രവാചകൻ എന്നിട്ട് ഇവരെ ഇങ്ങനെ നോക്കി കാണുകയാണ്. പച്ചമാംസത്തിൽ നിന്നും കൈയും കാലും ഒക്കെ പോകുന്നത്. 2 കൈകളും ഛേദിച്ചേക്കൂ. ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാം വിശ്വാസികളാകുന്ന ഒരാൾക്ക് പോലും നിഷേധിക്കാൻ സാധിക്കാത്ത യാഥാർത്ഥ്യമാണിത്. 2 കാലും 2 കൈയും ഛേദിച്ചു. ഇനി ഇതൊരു മാംസകഷ്ണം മാത്രമായി മാറി. ആലോചിക്കണം, ആ മാംസകഷ്ണത്തിന് കൈയും കാലും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നഷ്ടപ്പെടുന്നതിന്റെ വേദന, അത് കിടന്ന് പെടയുക. അപ്പോൾ പ്രവാചകൻ പറയുവാണ്, കമ്പി പഴിപ്പിച്ച് 2 കണ്ണും ചൂഴ്ന്നെടുക്കൂ. ഉടനെ അങ്ങനെയും ചെയ്തു. അപ്പൊ ഇനി അത് എന്തായി മാറുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ. എന്നിട്ടും പ്രവാചകൻ ഇവരോടുള്ള അരിശം മാറുന്നില്ല. പൊരി വെയിലത്തിടൂ, വെള്ളം ചോദിച്ചാൽ കൊടുക്കണ്ട, അവിടെ കിടന്ന് ചാവട്ടെ. എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പ്രവാചകന്റെ കാരുണ്യം എങ്ങനെയാണ് കാഫിറുകളോട്, അമുസ്ലിങ്ങളോട്, അതല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരോട് എന്നുള്ളത് മനസ്സിലായില്ല. മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിക്കാം. അതങ്ങോട്ടും ഇങ്ങോട്ടും പൊറുത്തും മറന്നും നമ്മൾ സഹിച്ചുമൊക്കെ തന്നെയാണ് മുമ്പോട്ട് പോകേണ്ടത്. ലോക ജനതയ്ക്ക് കാരുണ്യമായിട്ടുള്ള ഒരു പ്രവാചകൻ ചെയ്യാൻ പാടുള്ളതാണോ ഇത്? ആണോ? മനുഷ്യന്റെ പെരുമാറ്റത്തെയും അക്രമവാസനയും സ്വാധീനിക്കുന്നതിൽ ഇസ്ലാം എന്ന മതം മാത്രമല്ല, അവര് ഫോളോ ചെയ്യുന്നത് ആരെയാണ്? ഈ പ്രവാചകനെയാണ്. ഈ പ്രവാചകനെ ഫോളോ ചെയ്യുന്ന സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടിലാണ് അവൻ വളർന്നു വരുന്നത്. അദ്ദേഹത്തെ വാനോളം ചില്ലിട്ട കൊട്ടാരത്തിനകത്തു വച്ചിരിക്കുന്ന, വാനോളം പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു ജനവിഭാഗത്തിനിടയിലാണ് അദ്ദേഹത്തെ വീരശൂര പരാക്രമിയായിട്ട് കണ്ടിയാൾ വളരുന്നത്. അപ്പോ ഈ അക്രമം നടത്തുന്ന വ്യക്തികള് ഏതു മതത്തിൽപ്പെട്ടവരായിരുന്നാലും അവരുടെ പ്രവൃത്തിക്ക് നമ്മൾ മതത്തെ ഉത്തരവാദിയായിട്ട് കൊണ്ടുവരുന്നതല്ല. മറിച്ച് ഇവർ ഓരോരുത്തരെയും കൊല്ലുന്നതിന് മുമ്പ് മതപരമായ ചില ഈരടികൾ ഉരുവിടുകയും അവരെ മതപരമായി വിചാരണ ചെയ്യുകയും ചെയ്തിട്ട് ഇസ്ലാമിനു വേണ്ടിയാണ് കൊല്ലുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മതം വരുന്നത്. യുദ്ധമാണെങ്കിലും അധിനിവേശമാണെങ്കിലും ദാരിദ്ര്യം, അടിച്ചമർത്തൽ, മതമാറ്റം, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ, ഇതിനൊക്കെ ഈ ഭീകരവാദവും തീവ്രവാദവും ഒക്കെ ഈ വിഭാഗങ്ങളിൽ കൂടുതൽ വളരാൻ കാരണം ഇത്തരം സാഹചര്യങ്ങൾ ഇവർക്ക് വീരപരിവേഷം നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ UP പോലെയുള്ള അതല്ലെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങളിലുമൊക്കെ
ഈ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന രീതികൾ പണ്ട് കാലത്ത് വീഡിയോകളായിട്ട് നമ്മൾ കണ്ടിരുന്നു. കുട്ടികളെ ഇരുത്തി പറഞ്ഞു കൊടുക്കുന്നു, കുട്ടികളത് പറഞ്ഞില്ലെങ്കിൽ ഷോക്ക് അടിപ്പിക്കുക, അയൺ ബോക്സ് കൊണ്ട് കയ്യും കാലും പൊള്ളിക്കുക, ഒന്നിനെ ഇട്ടിട്ട് ഒന്നിൻ്റെ തലയിൽ അടിക്കുക, കുട്ടികളെ മാരകമായിട്ട് ഉപദ്രവിക്കുക. ഇങ്ങനെയാണ് ഇവർ കാരുണ്യത്തിന്റെ മതം പഠിക്കുന്നത്. പിന്നീട് ഇവൻ ഇത് പഠിച്ചു കഴിയുമ്പോൾ ഇവൻ എങ്ങനെയാകണം? ഇപ്പൊ ലോകത്ത് 200 കോടിയിലധികം മുസ്ലിങ്ങളുണ്ട്. അവര് എവിടെയാ സമാധാനത്തോടു കൂടി ജീവിക്കുന്നത്? എവിടെയാ സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കുന്നത്? എത്ര തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്? എത്ര ഈ മതവിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യനെ കൊന്നൊടുക്കുന്ന എത്രയെത്ര തീവ്രവാദ സംഘടനകളുണ്ട്? ഇപ്പൊ മാധ്യമങ്ങളിൽ അക്രമം നടത്തുമ്പോൾ 100 എണ്ണം നടത്തുമ്പോൾ 1 2 മാത്രമാണ് മാധ്യമങ്ങളിലൂടെ വാർത്തയായിട്ട് നമ്മൾ കാണുന്നത്. സമാധാന ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് വിശ്വാസികൾ പോലും ഇത്തരം രീതികളെ എതിർക്കാൻ തയ്യാറാകുന്നില്ല. അവിടെയാണ് ഇവരുടെ ഒരു ജനറലൈസേഷൻ ഉണ്ടല്ലോ, അതാണ് ഇവിടെ കാരണം അവരിവരെ ന്യായീകരിക്കാനാണ് ഇവരുടെ പൊതുബോധം ഇവരെ അനുവദിക്കുന്നത്. അപ്പൊ ലോക ചരിത്രത്തില് മതത്തിന്റെ പേരിൽ നടന്ന വംശഹത്യകളും ക്രൂരതകളും നിരവധിയുണ്ട്. അതൊന്നും ഇവർക്ക് പറയാൻ പറ്റാത്ത കാരണം എതിരെ വരുന്നത് ആരാ? മതമായതുകൊണ്ടാണ്. ഹിജ്റ 5-ാം വർഷം നടന്ന ഒരു കന്തക്ക് യുദ്ധമുണ്ട്. അതായത് കുഴി കുഴിച്ചിട്ടുള്ള അഹ്സാബ് യുദ്ധം എന്നൊക്കെ അതിനെ പറയും. ഏതാണ്ട് മദീനയിലൊക്കെ പ്രവാചകൻ ഇരുന്ന സമയത്ത്, അതിന്റെ അവസാന സമയത്താണ് ഇത് നടക്കുന്നത്. ആക്രമിക്കാൻ ഒരു വിഭാഗം ആളുകൾ വരുന്നു, ഖുറൈശികളുമായിട്ട്. അവരുടെ സഖ്യകക്ഷികളും ഒക്കെ കൂടെയുണ്ട്. മദീനയിലെ ജൂതഗോത്രമായിട്ടുള്ള ബനൂ ഖുറൈള, അവരുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. സാധാരണ ഇതിൽ കച്ചവടത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ മുസ്ലിങ്ങൾക്കാണെങ്കിൽ ഈ കൊള്ളസംഘമാണ് മുസ്ലിങ്ങൾ പൊതുവെ. അവർക്ക് അവരുടെ പണം വേണം, അവരുടെ കയ്യിലുള്ള കച്ചവട ചരക്കുകളൊക്കെ വേണം. അപ്പൊ മദീനയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് ഇവർ പറഞ്ഞ് വിശ്വസിപ്പിക്കും. സത്യത്തിൽ ആ കൊള്ള മുതലാണ് ഇവർക്ക് വേണ്ടത്. പോട്ടെ, ഇവരെ ആക്രമിച്ചു. ആ ബനൂ ഖുറൈളക്കാരുടെ സമ്പത്ത് മുഴുവനും പിടിച്ചെടുത്തു, അവരുടെ ആളുകളെയൊക്കെ പിടിച്ചെടുത്തു. എന്നിട്ട് ഈ ബനൂ ഖുറൈളക്കെതിരെ ഈ മുസ്ലിം സൈന്യം ഒരു നടപടി സ്വീകരിക്കുകയാണ്. മുസ്ലിങ്ങളാരാ? പ്രവാചകന്റെ സൈന്യം. അവരെ ഉപരോധിക്കുന്നു. പിന്നീട് ഗോത്ര തലവന്മാരൊക്കെ അവരുടെ വിധി തീരുമാനിക്കാൻ വേണ്ടിയിട്ട്, അസദ് ഗോത്രമാണെന്ന് തോന്നുന്നു, അതിന്റെ നേതാവായിട്ടുള്ള ഒരു സഅദ് ബിൻ മുആദ് ഉണ്ട്, അയാൾ വരുന്നു. അയാൾ ഒരു വിധി പുറപ്പെടുവിക്കുകയാണ്. യുദ്ധത്തിൽ പങ്കെടുത്ത മുഴുവൻ പുരുഷന്മാരെയും വധിക്കണം. ഇവിടെ ഒരു യുദ്ധമില്ല, കൊള്ളയടിയാണ് നടന്നത്. അവരതുവഴി പോയതാ. അവരുടെ സാമാനങ്ങളൊക്കെയാണ് പിടിച്ചെടുക്കുന്നത്. ബാക്കിയുള്ള ആളുകളെ അടിമകളാക്കുക. എന്നിട്ട് തുണി പൊക്കി നോക്കണം. അവരുടെ രോമവളർച്ച എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം അവർ കൊല്ലണോ അതോ അവർ ജീവിക്കണോ എന്ന് തീരുമാനിക്കാൻ. അപ്പൊ ഈ ഒരു ആശയം പഠിക്കുകയും ഫോളോ ചെയ്യുകയും ഇതൊക്കെ ചെയ്ത ആള് വീരശൂര പരാക്രമിയായി മാറുകയും ചെയ്യുമ്പോൾ സുപ്രൂന്റെ ഈ ചോദ്യത്തിന് വല്ല പ്രസക്തിയുമുണ്ടോ? എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ആയിത്തീരുന്നതെന്ന്. ഐസിസുകാരാളെ കൊണ്ടുപോയിട്ട് വിചാരണ ചെയ്ത് കൊല്ലുന്നത് കണ്ടിട്ടില്ലേ? കൈ രണ്ടും പുറകിൽ കെട്ടി പച്ച മനുഷ്യനെ തലയിൽ ഒരു കറുത്ത തുണിയും ഇട്ട് വിചാരണ ചെയ്ത് ഏത് രൂപത്തിലാണെന്ന്. അവനെ പോലെ ഒരു മനുഷ്യനാണ് ഞാനും. അവനെ പോലെ മജ്ജയും മാംസവും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുള്ള വ്യക്തിയാണ് ഞാനും എന്ന് തിരിച്ചറിയാൻ പറ്റണ്ടേ? ഇപ്പം നമ്മൾ ഒരാളെ അടിക്കുകയോ വഴക്ക് പറയുകയോ, ഇപ്പം നമ്മുടെ മക്കളെ തന്നെ വഴക്ക് പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: അവർ തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ അവരെ അടിക്കുന്നത്? അവരെന്നെ തിരിച്ച് ചീത്ത പറയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ അവരെ ചീത്ത പറയുന്നത്? ഇപ്പം മക്കളെ പോലെ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് വിഷമമായി കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് മക്കളെ ഇന്ന കാരണം കൊണ്ടാണ് പറഞ്ഞത് കേട്ടോ, അത് മനസ്സിലൊന്നും വെക്കണ്ട, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് കേട്ടോ. കാരണം നമ്മുടെ മനസാക്ഷി അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു മതം നമ്മളിൽ ഉൽപ്പാദിപ്പിച്ച സംസ്കാരമല്ല നമ്മളെ നയിക്കുന്നത്. പക്ഷെ ഇവരെ നയിക്കുന്നത് ആ മതം എന്താണ് പഠിപ്പിച്ചത്. മുഴത്തിന് മുഴമായും ചാണിന് ചാണായും ഇവരത് ഫോളോ ചെയ്യുന്ന. ആലോചിച്ച് നോക്കേ, ഹമാസ് ഭീകരവാദികള് പിടിച്ചുകൊണ്ടുപോയ 257 ബന്ധികളെ 3 ദിവസത്തോളം നടത്തിക്കുന്നു മരുഭൂമിയിലൂടെ. വെള്ളം കൊടുക്കുന്നില്ല, കുറേ പേരൊക്കെ വീണ് മരിച്ചു. അവിടെ എത്തിക്കഴിയുമ്പോൾ ഇവർക്ക് ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു, ഇവരുടെ തന്നെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ. എന്നിട്ട് ഇവർക്ക് നെയ്ച്ചോറും കറിയും കൊടുക്കുന്നു. ആ കറി കഴിച്ചിട്ട് പല ആളുകളും ഛർദ്ദിക്കുന്നു. എന്താ കാരണം? ഈ ഫോട്ടോ കാണിച്ച കുഞ്ഞുങ്ങളെയാണ് കൊന്ന് കറി വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇവരുടെ മനസാക്ഷി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല.